ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങളിന്ന് വിചാരിക്കുന്നത് കത്രികയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്ന രാവിലെ തന്നെ. അതെ, ഞാനിന്ന് മുരിങ്ങയില വെട്ടാൻ പോവാണ്. അപ്പോൾ എൻ്റെ മോള് ആഹാരം കഴിക്കാറില്ല, ഒന്നും കഴിക്കില്ല. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള മുരിങ്ങയില ഞാൻ വെട്ടിയെടുക്കുന്നു. ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ക്യാമറ എടുത്തതിന് ആരുമില്ല, ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുക്കുന്നതുകൊണ്ട് കുറേ മിസ്റ്റേക്കുകളൊക്കെ വരും. അപ്പോൾ ഇത്രയും മുരിങ്ങയില കിട്ടി. ഇതിൻ്റെ ബാക്കിലൊക്കെ എന്തൊക്കെയോ പൊടി പോലത്തെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നല്ല കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമ്മളിത് വെച്ചൊരു കിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ്, പിള്ളേരെല്ലാം കഴിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, എല്ലാ കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനെ കഴുകി വൃത്തിയാക്കി, ഇത്രയും മുരിങ്ങയില മാത്രമേ ഞാൻ എടുത്തോളൂ. കഴുകി വൃത്തിയാക്കി എടുത്തു. പിന്നെ എനിക്ക് 2 അല്ലി വെളുത്തുള്ളി വേണം, ഒരു കുഞ്ഞ് പീസ് സവാള, അതുപോലെ തന്നെ ഒരു കുഞ്ഞ് തക്കാളിയുടെ പകുതി, പിന്നെ ഒരു ചെറിയ ഇഞ്ചി, വളരെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് ഒരെണ്ണം മതി എരിക്ക് വേണ്ടി. അതിന് നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്ത് 2 വെക്കാവൂ, കുഞ്ഞായിട്ട് കട്ട് ചെയ്യരുത്. പിന്നെ ഞാനിതിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മസൂർ ദാലാണ് കേട്ടോ, ചുമന്ന പരിപ്പ്. ഇത് വളരെ നല്ലതാണ്, കുട്ടികൾക്കും നമുക്കും എല്ലാം കഴിക്കാം. വളരെ നല്ല ഒരു പരിപ്പാണ് മസൂർ ദാൽ. അപ്പോൾ ഞാൻ ആദ്യം കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യ് ആദ്യം കുറച്ചൊഴിച്ചിട്ട് അതിലോട്ട് ഈ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ടു. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത്, നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കേണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ കുറേ ഇട്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിനൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം എന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന്, എനിക്ക് ക്യാമറയിൽ ഫുൾ ആവി അടിച്ച് കയറുന്നതുകൊണ്ട് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഉണ്ടല്ലോ, മുരിങ്ങയില അത് ഇതിലോട്ടിട്ടു. എന്നിട്ട് അതിനെ വീണ്ടും ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് നെയ്യുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം മുരിങ്ങയില ഇടുമ്പോൾ തന്നെ അതങ്ങ് ക്വാണ്ടിറ്റി അങ്ങ് കുറയുവേ. അപ്പോൾ ഓവറായിട്ട് മുരിങ്ങയില ആയാലും ചിലപ്പോൾ കുട്ടികൾക്കത് കഴിക്കും. മുരിങ്ങയില കുറച്ച് കയ്പുള്ളതല്ലേ. എന്നിട്ട് ഞങ്ങൾ ഇത് മസൂർ ദാൽ വെള്ളത്തിലൊഴിച്ച് കഴുകി ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളമായിട്ട് അതിലോട്ട് ഒഴിക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. ഓവർ അങ്ങ് ലൂസാകാനും പാടില്ല, ഒരു കുറുക്കിൻ്റെ രൂപത്തിൽ വരണം. ആ ഒരു ഫോം നമുക്കറിയാലോ, കുക്ക് ചെയ്യുന്നവർക്കിത് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇത് എങ്ങനെയാണെന്ന്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടണം, ഒരു പിഞ്ച് നമ്മുടെ പെരുംജീരകപ്പൊടിയാണ് ഞാൻ ഇടുന്നത്, പെരുംജീരകപ്പൊടി ഇടണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇതിനെ ഒന്ന് ഇളക്കിയിട്ട്, വെള്ളം അപ്പോഴേക്കും തിളച്ച് വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചാൽ മാത്രം മതി. ഒരു 3 വിസിൽ കേൾക്കണം, 3 വിസിൽ. അപ്പോഴേക്കും 3 വിസിൽ കേട്ട് നേരത്ത് നല്ല വെന്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ സ്പൂണിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കുമ്പോഴേക്കും നന്നായിട്ട് ഉടഞ്ഞ് വരും. ഇതിൽ വേറെ ഒന്നും ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഉപ്പ് ഇല്ലെങ്കിൽ ഒരു അത്യാവശ്യം കുറച്ച് ഉപ്പ് അതിലോട്ട് ചേർക്കാം. ഇതിനെ നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ ഫുള്ളും കഴിക്കും കുട്ടികളിത്. അപ്പോഴിതെല്ലാവരും ഒന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ആഹാരം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ അവരെന്തായാലും, വെജിറ്റബിൾസ് അല്ലേ, മുരിങ്ങയിലൊക്കെ വളരെ നല്ലതാണ്, കഴിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ചോറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കുക.